ഹലോ എവ്രിവൺ, ഇത് നമ്മുടെ ശിവരാത്രി വീഡിയോൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് കാലത്തെ പൂജയും വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഈവനിങ് വീഡിയോ ആണ്. ഭഗവാൻ ഇങ്ങനെയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. രാത്രി ഒരു 8 മണി 8:30 ആകുമ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടിയായിരുന്നു. സായി മീനും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇത് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും കുറേ ആൾക്കാർ പുറത്തുനിന്നും വില്ലേജിൽ നിന്നുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ സാധാരണ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ഇത്രയധികം ആൾക്കാരുണ്ടെന്ന്. ഇതുപോലെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും ഇങ്ങനെ കാണാൻ പറ്റുന്നത്. പിന്നെ ഭക്ഷണം ചോറും കറിക്ക് ഇവർ സാമ്പാർ തന്നെ പറയണത്. നമ്മുടെ സാമ്പാർ പോലെ അല്ലെങ്കിലും പക്ഷേ സാമ്പാർ തന്നെ പറയണം. ആ ചേട്ടൻ ആ ചെറിയ പാത്രത്തിലിടുന്നത് സ്വീറ്റാണ് കേട്ടോ. നമ്മുടെ മൂത്തിച്ചൂർ ലഡുവിനെ ലഡു ആക്കാതെ അങ്ങനെയുള്ളതാണ് ആ സാധനം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരമൊക്കെ ആയിട്ട് പാകം മധുരമൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. സാമ്പാർ ആണ് ഇവർ കറിയായിട്ട് തന്നത്. പിന്നെ സൈഡ് ഡിഷായിട്ട് 2 മസാലക്കറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഉപ്പ് അങ്ങനെ ഇല്ല കേട്ടോ ഇവരുടെ ഫുഡിൽ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. മസാലയും ഒക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ആ കറികൾക്കൊക്കെ ഒരു വേറെ നമ്മളുടെ ഒരു രീതിയിലുള്ള കറികളല്ല. അപ്പോൾ ആ നിലയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. സാധാരണ ഞാൻ ഇങ്ങനത്തെ ഫുഡൊന്നും അധികം അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റാറില്ല. പക്ഷേ ഇത് നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റി. ചോറ് സാമ്പാർ കണ്ടോ, 2 മസാലക്കറി അങ്ങനെയായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള ഫ്രണ്ട്സാണ് കേട്ടോ. ക്വാർട്ടേഴ്സിലും അങ്ങനെ അടുത്തൊക്കെ ഉള്ളവരായിട്ട് എല്ലാവരും ഇവിടെ കാണുന്നവരൊക്കെ പരിചയക്കാരാണ്. പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ വില്ലേജിൽ നിന്ന് ആൾക്കാരൊക്കെ. അവരെയൊന്നും നമ്മളങ്ങനെ അറിയില്ല, കാരണം പെട്ടെന്ന് അങ്ങനെ കാണുന്നില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ശിവരാത്രി വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ബൈ.